രാവണനെ യുദ്ധക്കളത്തിൽ കണ്ടപ്പോൾ ഹനുമാൻ ദേഷ്യം പിടിച്ചു. ചാടി രാവണന്റെ തേരിൽ കടന്നുകയറി. രാവണനൊന്ന് ഞെട്ടി. മുനിമാരെയും താപസന്മാരെയും ദേവന്മാരെയും ഒക്കെ ഉപദ്രവിക്കുന്ന നിനക്ക് ആപത്ത് വാനരകുലം കൊണ്ടായിരിക്കും. നിന്നെ ഞാനിപ്പോൾ അടിക്കാൻ പോവുകയാണ്. പറ്റുമെങ്കിൽ നീ ഒന്ന് തടുക്ക്. നിന്റെ മകൻ അക്ഷകുമാരനെ ഞാനാണ് കൊന്നത് എന്ന് പറഞ്ഞ് രാവണന്റെ നെഞ്ചു നോക്കി ഹനുമാൻ ഒറ്റയടി. രാവണൻ ബോധം കെട്ടു വീണു. പെട്ടെന്നുണർന്നു. എന്നിട്ട് ഹനുമാനോട് പറഞ്ഞു, ഇവിടെ വന്ന വാനരന്മാരിൽ നീ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും നീ എന്നെ അടിച്ചു. നിന്നെ തിരിച്ചടിച്ചില്ലെങ്കിൽ എനിക്ക് മോശമാണ്. ദാ പിടിച്ചോ എൻ്റെ വക. രാവണൻ ഹനുമാനെ ഓങ്ങിയടിച്ചു. ഇക്കുറി ഹനുമാൻ ബോധം കെട്ടു വീണു. ഇത് കണ്ടു നിന്ന നീലൻ ചാടി രാവണന്റെ തേരിന്റെ മുകളിൽ കയറി. 10 തലയിലും കൊടിയിലുമെല്ലാം ചാടിക്കളിച്ചു. രാവണൻ വശം കെട്ടു. പാവകാസ്ത്രമേത് നീലനെ ഓടിച്ചു വിട്ടു. ഇത് കണ്ട് ലക്ഷ്മണൻ ക്രുദ്ധനായി രാവണനോടേറ്റു. ഇരുവരും തമ്മിൽ ഘോര യുദ്ധം നടന്നു. രാവണന്റെ വില്ല് ലക്ഷ്മണൻ മുറിച്ചു. ആയുധമില്ലാതെ നിന്ന രാവണൻ മയം നിർമ്മിച്ച ഒരു ശൂലം കയ്യിലുണ്ടായിരുന്നതെടുത്ത് ലക്ഷ്മണന് നേരെ പ്രയോഗിച്ചു. അസ്ത്രം കൊണ്ട് തടുക്കാൻ നോക്കിയെങ്കിലും ലക്ഷ്മണനത് കഴിഞ്ഞില്ല. ശൂലം നെഞ്ചിൽ തറച്ചു. ലക്ഷ്മണൻ വീണു. രാവണൻ ഓടി വന്ന് ലക്ഷ്മണന്റെ ശരീരം പൊക്കിയെടുത്ത് എറിയാൻ നോക്കി. പക്ഷേ ലക്ഷ്മണ ശരീരം ഇളകിയില്ല. ഇതെന്തൊരു കൂത്തെന്ന് ചിന്തിച്ച് രാവണൻ നിന്നു. അതിനിടയിൽ ബോധം കെട്ടി കണ്ണുമിഴിച്ച ഹനുമാൻ കാണുന്നത് രാവണൻ ലക്ഷ്മണനെ എടുക്കാൻ നോക്കുന്നതാണ്. ഓടി വന്ന ഹനുമാൻ കൊടുത്തു ലങ്കാധിപതിയുടെ നെഞ്ചത്ത് ശക്തമായൊരിടി. രാവണൻ ചോര ഛർദ്ദിച്ച് തേരിൽ വീണു. ഈ തക്കം കൊണ്ട് ഹനുമാൻ ലക്ഷ്മണനെ എടുത്ത് ശ്രീരാമന്റെ അടുത്തെത്തി. അനുജന് ശൂലമേറ്റത് കണ്ട് ശ്രീരാമൻ ക്രുദ്ധനായി പോരിനിറങ്ങി. തേരിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന രാവണനോട് തൻ്റെ തോളിലിരുന്ന് യുദ്ധം ചെയ്യാൻ ഹനുമാൻ പറഞ്ഞു. ശ്രീരാമൻ ഹനുമാന്റെ തോളിലേറി. നിന്നെ ഒന്ന് അടുത്ത് കാണാൻ നോക്കിയിരുന്നതാണ് ഞാൻ. ഒരു നിമിഷം നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് രാമൻ ശസ്ത്രമഴ തന്നെ വർഷിച്ചു. രാവണനും മോശമായിരുന്നില്ല. ഘോരയുദ്ധം തന്നെ നടന്നു. വീരനായ ദശമുഖൻ മാരുതിയുടെ ശരീരത്തിൽ അമ്പുകൊള്ളിച്ചു മുറിച്ചു. കോപിഷ്ഠനായ ശ്രീരാമൻ ഒരു ദിവ്യാസ്ത്രമെടുത്ത് രാവണന്റെ നെഞ്ചത്തേക്ക് വിട്ടു. രാമബാണമേറ്റ് രാവണനൊന്ന് ഉലഞ്ഞു. വില്ല് കയ്യിൽ നിന്ന് താഴെ വീണു. ആ സമയം കൊണ്ട് രാമൻ തേരും കുതിരയും കൊടിയും കുടയുമെല്ലാം തകർത്തു. സാരഥിയെ കൊന്നു. രാവണന്റെ കിരീടങ്ങളെല്ലാം നിലത്ത് വീണു. രാവണൻ വിഷണ്ണനായി നിന്നു. തൽക്കാലം നീ പോ രാവണ. ലങ്കയിൽ പോയിരുന്ന് തളർച്ചയൊക്കെ തീർത്ത് ആയുധവും തേരുമൊക്കെയായി നീ നാളെ വാ. നമുക്ക് നാളെ കാണാം. ആയുധമില്ലാതെ നിന്ന ദശാസ്യനോട് രാമൻ പറഞ്ഞു. രാമൻ പറഞ്ഞത് കേട്ട് നാണം കെട്ട് രാമബാണം വരുന്നോ എന്ന് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി രാവണൻ ലങ്കയിലേക്ക് തലകുനിച്ചു നടന്നു. ശൂലമേറ്റ് ബോധഹീനനായി കിടക്കുന്ന ലക്ഷ്മണനെ രാമൻ തൃക്കൈ കൊണ്ട് തലോടി. ലക്ഷ്മണൻ ഉണർന്നു. രാമപാദത്തിൽ നമസ്കരിച്ചു. സിദ്ധൌഷധങ്ങളൊക്കെ കൊടുത്ത് വാനരവീരന്മാരുടെ മുറിവുകളൊക്കെ ഭേദമാക്കി. യുദ്ധത്തിന് തയ്യാറെടുത്ത് രാമനും വാനരപ്പടയും നിലകൊണ്ടു. ലങ്കയിലാകട്ടെ രാവണൻ താടിക്ക് കൈയും കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെയൊരു തോൽവി ആദ്യമായിട്ടാണ്. അതും 2 മനുഷ്യരും കുറെ കുരങ്ങന്മാരും. രാമന്റെ അമ്പേറ്റ് ശരീരത്തിൽ നിന്നൊക്കെ ചോര വരുന്നുണ്ട്. ആ ഹനുമാന്റെ ഇടി, ഹോ, അതിൻ്റെ വേദന ഇനിയും പോയിട്ടില്ല. തോറ്റതിൻ്റെ മനോവേദന വേറെയും. പണ്ട് ചെയ്തതിൻ്റെ ഫലമൊക്കെ അനുഭവിക്കുകയാണോ? ദേവന്മാരും അപ്സരസുകളുമൊക്കെ ശപിച്ചതെല്ലാം യാഥാർത്ഥ്യമാവുകയാണോ? എവിടെ മന്ത്രികൾ? ആരെവിടെ? രാവണൻ അട്ടഹസിച്ചു. മന്ത്രികളും സേനാധിപന്മാരുമെല്ലാം ഓടിയെത്തി. ജയിക്കാൻ ഇനി ഒരു വഴിയേ ഉള്ളൂ. കുംഭകർണനെ ഉണർത്തണം. 6 മാസം ഉണർന്നിരുന്നിട്ട് ഒന്നുറങ്ങിത്തുടങ്ങിയതേ ഉള്ളൂ അവൻ. ഉറങ്ങിയിട്ട് ഇന്നേക്ക് 9 ദിവസം. ഇനി 6 മാസം എത്താൻ കാത്തുനിന്നാൽ കുരങ്ങന്മാർ ലങ്ക വെച്ചേക്കില്ല. എങ്ങനെയും അവനെ ഉണർത്തു. വേറെ വഴിയില്ല. രാവണൻ ആജ്ഞാപിച്ചു. രാക്ഷസന്മാർ പരക്കം പാച്ചിലായി. കുംഭകർണൻ വെറുതെ എങ്ങുണരില്ല. ഇനി ഉണർന്നാലോ? അപ്പോൾ കാണുന്നവരുടെ കാര്യം തീരുമാനമാകും. നേരെ വായിലേക്ക് പിടിച്ചങ്ങിടും. നിമിഷം കൊണ്ട് വയറ്റിലും പോകും. അതാണ് സ്ഥിതി. രാക്ഷസന്മാരെല്ലാം കുംഭകർണൻ ഉറങ്ങുന്നിടത്ത് പോയി നിൽപ്പായി. ലങ്കയിൽ കിട്ടുന്ന സകല വാദ്യങ്ങളും കൊണ്ടുവന്ന് കുംഭകർണന്റെ ചെവിക്കടുത്ത് വെച്ച് കൊട്ടി. അനക്കമില്ല. 1000 കുടം വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു. ഒരു രക്ഷയുമില്ല. കണ്ണിന്റെ പേലി പോലും അനങ്ങുന്നില്ല. ഒടുവിൽ ആനകളെ കൊണ്ടുവന്ന് മീശരോമങ്ങൾ പിടിച്ചു വലിച്ചു. അതേറ്റു. തലയൊന്ന് കുടഞ്ഞ് കുംഭകർണൻ എഴുന്നേറ്റു. മീശയിൽ പിടിച്ച ആനകളൊക്കെ തെക്ക് വടക്ക് തെറിച്ചുപോയി. 1000 കുടം മദ്യവും 1000 കുടം രക്തവും വലിയ ചരുവങ്ങളിൽ ഭക്ഷണവും നിറച്ച് അടുത്ത് വെച്ചിരുന്നു. ഇല്ലെങ്കിൽ ഉണർത്താൻ പോയ രാക്ഷസന്മാരും വാദ്യക്കാരും ആനകളും വയറ്റിൽ പോകും. ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ കുംഭകർണൻ ഉഷാറായി. ഇപ്പൊ തന്നെ പോയി എല്ലാറ്റിനെയും തീർത്തു വരാമെന്നായി. മഹോദരൻ അടുത്തു വന്നു പറഞ്ഞു,
ചേട്ടനെ ഒന്ന് പോയി കണ്ടിട്ട് യുദ്ധത്തിന് പോയാൽ പോരെ? ഓ, എന്നാൽ പിന്നെ അങ്ങനെയാകാം. കുംഭകർണൻ രാവണനെ കാണാനായി രാജധാനിയിലേക്ക് പോയി. കണ്ടപാടെ രാവണൻ വന്ന് കെട്ടിപ്പിടിച്ചു. നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുത്തു. അടുത്ത് പിടിച്ചിരുത്തി കാര്യം പറഞ്ഞു. പ്രശ്നമാണ്. ശൂർപ്പണഖയെ ഉപദ്രവിച്ച് രാമൻ, ലക്ഷ്മണൻ എന്നിങ്ങനെ പേരുള്ള 2 മനുഷ്യന്മാരോട് ചെറിയൊരു പ്രതികാരം ചെയ്തതാണ്. അതിങ്ങനെയായി. ചേട്ടൻ എന്താ ചെയ്തതെന്ന് കുംഭകർണൻ. ഒന്നും പറയണ്ട. രാമൻ്റെ ഭാര്യ സീത സുന്ദരിയാണ്. ഞാനിങ്ങ് കൊണ്ടുപോന്നു. അശോകവനത്തിലുണ്ട്. സീതയെ വീണ്ടെടുക്കാൻ കുറേ കുരങ്ങന്മാരെയും കൊണ്ട് വന്നിട്ടുണ്ടവർ. ഇതുവരെ ഇല്ലാത്ത ചില പ്രശ്നങ്ങളാണ്. നമ്മുടെ ധുമ്രാക്ഷനും പ്രഹസ്തനുമൊക്കെ മരിച്ചു. എനിക്കും ചെറിയൊരു തോൽവിയൊക്കെ പറ്റി. ആകപ്പാടെ ഒരു ഭയമുണ്ടടോ. ഇനി നീയൊന്ന് നോക്ക്. അതാ നിന്നുണർത്തിയത്. രാവണൻ പറഞ്ഞു നിർത്തി.